ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചടങ്ങിൽ 10 പള്ളിയോടങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ഇതുവരെ 350 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആറന്മുളയിൽ ഇനി വരുന്ന 74 ദിവസം ഉത്സവമാണ്. ആറന്മുളയുടെ ഓണമാണ് ഈ കാലയളവ്. വിഭവങ്ങളുടെ എണ്ണം കൊണ്ടാണ് ആറന്മുള സദ്യ പ്രശസ്തമാകുന്നത്. ആറന്മുളയിൽ ഇനി വരുന്ന 74 ദിവസം ഉത്സവമാണ്. ആറന്മുളയുടെ ഓണമാണ് ഈ കാലയളവ്. വിഭവങ്ങളുടെ എണ്ണം കൊണ്ടാണ് ആറന്മുള വള്ളസദ്യ പ്രശസ്തമാകുന്നത്. പള്ളിയോടങ്ങളിലെത്തുന്ന കരക്കാർക്കും വഴിപാടുകാരുടെ ക്ഷണിതാക്കൾക്കുമായി 69 വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയാണ് നൽകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, പള്ളിയോട സേവാ സംഘം ഭാരവാഹികളടക്കം ജനസാഗരമാണ് ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തത്. ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. വളരെ സംതൃപ്തമായ ഒരു വിശ്വാസികൾക്ക് ഇവിടെ എത്തുവാനും സംതൃപ്തമായി സദ്യ കഴിച്ചു മടങ്ങുവാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയാണ് വള്ളസദ്യ വഴിപാടായി നേരുന്നത്. 52 പള്ളിയോടക്കരക്കാർക്ക് വള്ളസദ്യ വഴിപാടായി നൽകുന്നു. ക്ഷേത്രക്കടവിലേക്ക് എഴുന്നള്ളുന്ന പള്ളിയോടങ്ങളെ വഞ്ചിപ്പാട്ട് പാടി വഴിപാടുകാർ സ്വീകരിക്കും. 3 തവണ ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷമാണ് കരക്കാർ സദ്യപ്പന്തലിലേക്ക് കടക്കുന്നത്. നാൽപ്പത്തിനാല് വിഭവങ്ങളും പാടിച്ചോദിക്കുന്ന 25 വിഭവങ്ങളും ചേർന്ന സമൃദ്ധമായ സദ്യയാണ് ഒരുക്കുന്നത്. 10 ഊട്ടുപുരകളിലായി 15 കോൺട്രാക്ടർമാരുടെ നേതൃത്വത്തിൽ 150ഓളം പാചക തൊഴിലാളികളുണ്ടാകും. ഇത്തവണ ഇതുവരെ 350 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അഷ്ടമി രോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി ജലമേളയും ഒക്കെയായി ഒക്ടോബർ 2-നാണ് ആറന്മുളയുടെ ആഘോഷവും ആവേശവും അവസാനിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ വെൺപകലിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, പത്തനംതിട്ട.